നമസ്കാരം. EMS മാപ്പ്, AKG മാപ്പ് നിങ്ങളറിയുന്നുണ്ടോ? ആരാധ്യരായ ഒരുപിടി നേതാക്കൾ അവരുടെ ചോരയും നീരും കൊടുത്ത് വളർത്തിയ CPM എന്ന പാർട്ടി. പാലോറമാതയുടെ പശുവും പിടിയേരിയും മാത്രമല്ല, ജ്യോതിബാസുവിൻ്റെ ശരീരം പോലും ഈ പാർട്ടിക്കും പ്രത്യയശാസ്ത്രത്തിനും വേണ്ടി ദാനം ചെയ്ത വലിയൊരു തലമുറ. പാർട്ടിയുടെ അധംപതനത്തിൽ നെഞ്ചുപൊട്ടുന്ന എത്രയോ സഖാക്കൾ നമുക്കിടയിലുണ്ട്. കള്ളക്കടത്തും കൊള്ളയും കോഴയുമൊക്കെയായി ഈ നാട് മുടിച്ചവർ ഇപ്പോഴിതാ പുറത്തേക്ക്. കയ്യൂർ, കരിവള്ളൂരും പുന്നപ്ര വയലാറുമൊക്കെ സിരകളിൽ വിപ്ലവത്തിൻ്റെ തീജ്വാല പടർത്തിയ ഇന്നലകൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു പുതിയ തലമുറ വിറ്റുതുലച്ചു. അധികാര ദുരമൂത്ത 81കാരനായ വൃദ്ധ നേതാവ് പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കി ഇതാ കേരളത്തിന് മുന്നിൽ വലിച്ചെറിയുന്നു. കർഷക സമരങ്ങളും അവകാശ പ്രക്ഷോഭങ്ങളും മനുഷ്യച്ചങ്ങലകളുമൊക്കെയായി ഇതിഹാസങ്ങൾ രചിച്ച ഒരു പാർട്ടി. കണ്ണൂർ പാറപ്പുറത്തും പിണറായിയിലും ഒളിവ് കേന്ദ്രങ്ങളിലുമൊക്കെ നേതാക്കൾ, പ്രത്യേകിച്ച് EMS, AKGP, കൃഷ്ണപിള്ള, കാന്തലോട്ട് കുഞ്ഞമ്പു തുടങ്ങിയ തലയെടുപ്പുള്ള നേതാക്കൾ തങ്ങളുടെ ചോരയും നീരും ദാനം ചെയ്ത് വളർത്തിയ ഒരു പാർട്ടി. ഈ പാർട്ടി ഇന്നിപ്പോൾ ഇതാ ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടുന്നു. ഒരിക്കൽ പാവപ്പെട്ടവരുടെ പാർട്ടി എന്നു പറഞ്ഞു സാധാരണക്കാരുടെ വോട്ട് തെണ്ടിയ ഈ പാർട്ടി ഇതാ മുതലാളിത്ത കരകളിലേക്ക് വീണത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ബെൻസിൽ നിന്നിറങ്ങിയാൽ ഓടി രമ്യഹർമ്മങ്ങളിൽ അവർ കന്തിയുറങ്ങണം. താമസം കൊട്ടാര സദൃശ്യമായ രമ്യഹർമ്മങ്ങളിൽ, ഫ്ലൈറ്റിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ മാത്രം യാത്ര, സുഖവാസം 5 സ്റ്റാർ ഹോട്ടലുകളിൽ, സുഖിക്കാൻ കള്ളും കഞ്ചാവും ഒക്കെ ഇഷ്ടം പോലെ. 8 പതിറ്റാണ്ട് മുൻപ് സഹനപർവ്വങ്ങൾ ചവിട്ടിക്കയറിയും സമരക്കടലുകൾ നീന്തിക്കയറിയും ഒരു തലമുറ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് ഇന്നിപ്പോൾ ചരിത്രത്തിൻ്റെ ചവിറ്റുകൊട്ടയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. 50,000 പറ നെല്ല് കിട്ടിയിരുന്ന ഏലക്കുളമ്പനയിൽ നിന്ന് കോടികളുടെ പാരമ്പര്യ സ്വത്തുക്കൾ മാത്രമല്ല, സ്വന്തം ജീവിതം തന്നെ പ്രസ്ഥാനത്തിനു വേണ്ടി സമർപ്പിച്ച EMS എന്ന വലിയ നേതാവ്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വൃത്തിയുള്ള മുണ്ട് കാണാതെ വന്നപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഭാര്യ ആര്യാന്തർജനത്തിൻ്റെ നേരിയതും ഉടുത്തുപോയ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കിറ്റ് എക്സാം വെളിപ്പെടുത്തിയ ചില നടുക്കുന്ന വിവരങ്ങളിലേക്ക് നമ്മൾ വരേണ്ടത്. പിണറായി വിജയന് ഒരു രാത്രി കിടക്കാൻ 7.5 ലക്ഷം രൂപ ചിലവ് വരുന്ന ആഡംബര ഹോട്ടലിലെ മുറി. പിണറായിയുടെ ജീവിതം ആഡംബരപൂർണ്ണമാക്കാൻ ഖജനാവിൽ നിന്ന് തുലച്ചത് 120 കോടി എന്ന ഡോക്ടർ B അശോകിന്റെ വെളിപ്പെടുത്തൽ. കിഫ്ബിയെ തുലച്ചടുക്കി 160 കോടി രൂപയുടെ എൻ്റെ മുഖം എൻ്റെ ഫുൾ ഫിഗർ ഹോർഡിങ്ങുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. കേരളത്തിൻ്റെ തെരുവുകളിലൂടെ യാത്ര ചെയ്യാൻ ആ ഭരണാധികാരിക്ക് വേണ്ടിയിരുന്നത് 40 വാഹനങ്ങളുടെ അകമ്പടി. ക്ലിഫ് ഹൗസ് മോതി പിടിപ്പിക്കാൻ അദ്ദേഹം ചെലവിട്ടത് കോടികൾ. ക്ലിഫ് ഹൗസിൻ്റെ മതിലിന് വരെ അദ്ദേഹം ഉയരം പിടിപ്പിച്ചു. എന്നിട്ടും കൊടുക്കേണ്ടത് കൊടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു, കടക്ക് പുറത്ത്. ദുബായ് കേന്ദ്രീകരിച്ച് കേരളത്തിനുമുണ്ട് ഒരു ഭരണ സംവിധാനം. ഒരു സമാന്തര ഭരണകൂടം ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് സ്വപ്ന സുരേഷ്. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ എന്ന പേരിൽ രക്ഷാപ്രവർത്തനമെന്ന ഓമനപ്പേരിൽ ഒരു പറ്റം ഗുണ്ടകളെ സദാ തനിക്കൊപ്പം യാത്ര ചെയ്യിപ്പിച്ചു. ഇത് കേരളമാണ് എന്ന് ജനങ്ങൾ അദ്ദേഹത്തിന് പലവട്ടം മുന്നറിയിപ്പ് കൊടുത്തു. നാട്ടുരാജ്യമല്ല, നാട്ടുരാജ്യത്തിലെ രാജാവുമല്ല അങ്ങ്. എപ്പോൾ വേണമെങ്കിലും ആ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ആർജവമുള്ള വലിയൊരു ജനവിഭാഗം ഈ കേരളത്തിലുണ്ട് എന്ന് അദ്ദേഹത്തെ അവർ പലവട്ടം ഓർമ്മപ്പെടുത്തി. എന്നാൽ ആ ധാർഷ്ട്യത്തിന്, അഹങ്കാരത്തിന് മുന്നിൽ ഒരിക്കൽ അടിമകളെപ്പോലെ നിന്ന സഖാക്കൾ പിന്നീട് തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹത്തിന് കൃത്യമായ മറുപടി കൊടുക്കുന്നു. സർ CPയെ വെട്ടിയോടിച്ച കേരളമാണ് ഒടുവിൽ കടക്കുപുറത്തു പറഞ്ഞ ഒരു ഭരണാധികാരിയെ പടിക്ക് പുറത്തു നിർത്തുന്നത്. അതെ, ജനങ്ങൾക്കറിയാം അവരാണ് യഥാർത്ഥ രാജാക്കന്മാർ. അവർ ഭരണകൂടം നിശ്ചയിക്കും. ഒടുവിലിത അധികാര ദുരമൂർത്ത ഒരു വൃദ്ധ നേതാവിനെ കേരളത്തിലെ സാധാരണ ജനങ്ങൾ അധികാരത്തിൻ്റെ പടവുകളിൽ നിന്ന് പുറത്താക്കി. ഇതൊരു മധുരപ്രതികാരമാണ്. അഴിമതിക്ക് അവർ കൊടുത്ത ശിക്ഷയാണ്. തന്നിഷ്ടം മാത്രം നോക്കി ഭരിച്ചിരുന്ന ഒരു നാട്ടുഭരണാധികാരിയെ അവർ പുറത്താക്കുന്നു. മുഖ്യമന്ത്രിയും MLAയും ഒക്കെയായി തനിക്ക് ലഭിച്ച ശമ്പളം പാർട്ടിക്ക് നൽകി ഒരു അലവൻസ് മാത്രം വാങ്ങി ജീവിച്ച EMSനെ പോലുള്ള ഭരണാധികാരികൾ ഒരിക്കൽ കേരളം ഭരിച്ചിരുന്നു. അവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദാനം ചെയ്ത മഹാനേതാക്കളായിരുന്നു എന്ന് പുതുമുഖ നേതാക്കൾ ഓർത്താൽ നല്ലത്. EMS എഴുതിക്കൂട്ടിയ പുസ്തകങ്ങളുടെയും ലേഖനങ്ങളുടെയും വരുമാനം മാത്രമല്ല, സ്വന്തം പുസ്തകശേഖരവും ചാരുകസേരയും ചോറ്റുപാത്രവും വരെ അദ്ദേഹം പാർട്ടിക്ക് എഴുതി കൊടുത്തു. ഒടുവിൽ എറണാകുളം ലെനിൻ ഭവനിൽ വിശ്രമിക്കുമ്പോൾ ഷർട്ടിൻ്റെ ബട്ടൺ സ്വയം തുന്നാൻ 80-ാം വയസ്സിൽ സൂചിയും നൂലും വാങ്ങാൻ തനിയെ
കടയിൽ കയറി ചെന്ന EMSനെ ഇന്നും പാർട്ടി സഖാക്കൾ ഓർക്കുന്നു. ആ പാവം EMS ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല താൻ നട്ടുവളർത്തിയ പ്രസ്ഥാനവും പ്രത്യയശാസ്ത്രവും അടുത്ത തലമുറയും അവരുടെ നേതാക്കളും അവരുടെ തെറിച്ച മക്കളുമൊക്കെ ചേർന്ന് ഇതുപോലെ വിറ്റുതുലയ്ക്കുമെന്ന്. അങ്ങ് ബംഗാളിലുമുണ്ടായിരുന്നു ആരാധ്യനായ ജ്യോതിബാസു എന്ന ഒരു നേതാവ്. എന്നാൽ ആ നേതാവിന് ശേഷം ബംഗാൾ ഭരിച്ച ഒരുപിടി പുത്തൻകൂറ്റ് പണമൂറ്റ് നേതാക്കൾ ആ പാർട്ടിയെ അവിടെയും വിറ്റുതുലച്ചു. കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അധികാര പ്രഭുക്കന്മാരും മന്ത്രിപുങ്കുവന്മാരുടെ മക്കളുമൊക്കെ കള്ളക്കടത്തും കോഴിയും കുംഭകോണങ്ങളുമായി ഇവിടെ അരങ്ങുവാണു. അവർ സുഖിച്ചു വാണത് അടിമസഖാക്കൾ തിരിച്ചറിഞ്ഞില്ല. അഴിമതി എന്ന് കേട്ടാൽ ചോര തിളയ്ക്കുന്ന SFI DYFI സഖാക്കൾ മാളങ്ങളിൽ ഒളിച്ചു. അവർക്കും കിട്ടി ചില അപ്പക്കഷ്ണങ്ങൾ. ഒരു കൂട്ടം നേതാക്കളുടെ പാപക്കറ വ്രണമായി പൊട്ടിയൊലിക്കുന്നത് തിരിച്ചറിയാൻ ഈ പാർട്ടിയുടെ കുട്ടി നേതാക്കൾക്കും കഴിഞ്ഞില്ല. ചാനലുകളിലും മൈക്കുകൾക്ക് മുന്നിലും പാർട്ടിയുടെ വക്കാലത്ത് പിടിച്ച് പച്ച നുണവിളമ്പാൻ കോടികളുടെ കിലുക്കം. ഒടുവിൽ CPM എന്ന പാർട്ടിയുടെ അടിത്തറയും കഴിക്കോലും ഇളകിപ്പോകുന്ന വലിയ ഭൂകമ്പങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ചെഗുവേരയുടെ മുദ്ര നെഞ്ചിലേറ്റിയ ടീഷർട്ട്, ചോരച്ചെങ്കുടി, നക്ഷത്രത്തൊപ്പി, കുറുവടി, അതൊക്കെ പഴയകാല അടയാളങ്ങൾ. ഇത്തരം അടയാളങ്ങളും ലെഫ്റ്റ് റൈറ്റ് പരേഡും സല്യൂട്ടടിയുമായി കഴിയാൻ വിധിക്കപ്പെട്ട ഒരു പറ്റം കുട്ടി സഖാക്കൾ. അവരൊക്കെ വെറും മ്യൂസിയം പീസായി മാറുന്ന കാലം വിദൂരമല്ല. തല്ലും വെട്ടും ചതയും കൊള്ളാൻ വിധിക്കപ്പെട്ട പുതുതലമുറക്കാരെ നോക്കി നമുക്ക് നെടുവീർപ്പിടാനേ കഴിയൂ. ഇന്ന് നേതാക്കളുടെ ഭാര്യമാർ അണിയുന്നത് സ്വർണ്ണനൂൽ പട്ടുസാരിയും കഴുത്തിലും കാതിലും കിലോ കണക്കിന് സ്വർണവും. ഇവരുടെയൊക്കെ ബാങ്ക് ലോക്കറിലും കൊട്ടാരറകളിലും സൂക്ഷിക്കുന്ന കരുതൽ സ്വർണം പല സ്വർണ്ണക്കടകൾക്കും തുല്യമാണ്. തെരഞ്ഞെടുപ്പിൽ പിണറായി തോറ്റ് പാർട്ടി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് പാവം സഖാക്കൾക്ക്. അതുകൊണ്ട് തന്നെയാണ് റിട്ടേൺ ഓഫ് പാർട്ടി എന്ന ഒരു പ്രതീക്ഷ അവരിൽ മുളപൊട്ടിയത്. റിട്ടേൺ ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോലെയാണ് റിട്ടേൺ ഓഫ് ദി പാർട്ടി. പാർട്ടിക്ക് മേലെ വളർന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശേഷണം മായുകയാണ്. 1998 മുതൽ 2015 വരെ നീണ്ട 17 വർഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവി വഹിച്ചതിന് ശേഷമാണ് 2016 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരമേറ്റത്. CPMൽ ഇനി വിഭാഗീയതയില്ല എന്ന് തൃശ്ശൂരിൽ വെച്ച് അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് പ്രഖ്യാപനം നടത്തിപ്പിച്ച പിണറായി വിജയൻ പിന്നീട് പാർട്ടിയും ഭരണവുമൊക്കെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി. സ്വർണ്ണക്കടത്തും ലൈഫ് മിഷൻ വിവാദവും മയക്കുമരുന്ന് കേസുമൊക്കെയായി പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആദ്യഘട്ടത്തിൽ പതിച്ചുവെങ്കിലും പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവിഡ് പിണറായി വിജയന് വലിയ രക്ഷയായി. അധികാരവും അധികാരത്തിൻ്റെ ലഹരിയും അത്രയും തീവ്രവും ആഴവുമാർന്നതാണ് എന്ന് പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിലൂടെ കേരളം തിരിച്ചറിഞ്ഞു. മൂന്നാം വട്ടവും കേരളം പിടിക്കാൻ CPM ഇറങ്ങിത്തിരിച്ചപ്പോൾ ക്യാപ്റ്റൻ ആര്, മുഖ്യമന്ത്രി ആര് എന്ന് ചോദ്യം പോലും പിന്നീട് ഉദിച്ചില്ല. KK ശൈലജയെ മുൻനിർത്തി LDF മത്സരരംഗത്തിറങ്ങിയാൽ മൂന്നാം വട്ടവും LDF വിജയിക്കുമെന്നൊക്കെ ചിലർ പ്രവചിച്ചു. നീണ്ട 34 കൊല്ലം അധികാരത്തിലുണ്ടായിരുന്ന ബംഗാളിലും 4 നൂറ്റാണ്ടോളം ഭരിച്ച ത്രിപുരയിലും CPMന് അതിജീവനം പോലും ഇന്ന് അസാധ്യമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ബാലറ്റ് പേപ്പറിലൂടെ ആദ്യമായി അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കേരളത്തിൽ നിന്ന് നിഷ്കാസിതരാകുമ്പോൾ ഒരു ചരിത്രം ഇവിടെ വിടരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാർട്ടിക്ക് മുകളിലാണ് എന്ന് ചിലർ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല പാർട്ടിയുടെ ഉന്നത നേതാക്കളെയും ഓർമ്മപ്പെടുത്തിയിരുന്നു. എന്നാൽ ജനവിഭാഗങ്ങൾക്ക് യൂസർ ഫീ ഏർപ്പെടുത്തുന്ന പുതിയ നവ ലിബറലിസവുമായി പിണറായി വിജയൻ ഇറങ്ങിത്തിരിച്ചത് കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചത്തേക്കായിരുന്നു. ആത്മവിമർശനത്തിന്റെ വലിയൊരു അഭാവം കേരളത്തിലെ CPM പാർട്ടി നേരിട്ടിരുന്നു. അധികാരമല്ല, പാർട്ടിയുടെ നയവും നിലപാടുകളുമാണ് മുഖ്യമെന്ന് പിണറായി വിജയൻ പലപ്പോഴും മറന്നു. 2016 അധികാരത്തിൽ വന്ന ഇടതുമുന്നണി സർക്കാർ കൂടുതൽ കടം വാങ്ങി ഭക്ഷ്യക്കിറ്റുകൾ നൽകുകയും ഭരണച്ചെലവുകൾ നിർവഹിക്കുകയും ചെയ്തു. 2021 കൊറോണ മൂലം പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതിരുന്ന സാഹചര്യം ചൂഷണം ചെയ്ത് കിറ്റുകൾ വാരി വിതറി പിണറായി വിജയൻ തുടർഭരണത്തിലേറി. എന്നാൽ ഇക്കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം കേരളത്തിന് ദുർദിനങ്ങളായിരുന്നുവെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഒടുവിൽ കൊടും വീഴ്ചയിലേക്ക് CPMും LDFും മൂക്കുകുത്തുമ്പോൾ ഇതൊരു തിരിച്ചറിവാണ് പാർട്ടിക്കും സഖാക്കൾക്കും. പിണറായി വിജയൻ എന്ന നേതാവിനെ ജനം വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്നതിന് ഇതിൽ പരം എന്തു തെളിവ്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.